ഒരാർജവമൊക്കെ വേണ്ടേ? കുഞ്ഞാലിക്കുട്ടിയുടെ, KM ഷാജിയുടെ, അങ്ങനെ അധികായന്മാരായ മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ഒരു സമുദായത്തിന്റെ പേരെടുത്ത് അതൊരു പാർട്ടിയായി മതേതരത്വത്തിന്റെ വക്താക്കളായി നടക്കുമ്പോ അറച്ചോക്കാനിച്ചാണോ ഏസോ നോയോ ഒക്കെ പറയേണ്ടത്? ലീഗ് അതിശക്തമായ രീതിയിൽ എന്നും ജയിച്ചു കയറി വന്ന് സ്ട്രൈക്ക് റേറ്റ്, വിന്നിംഗ് ഹിറ്റ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ള ഒരു പാർട്ടിയാണല്ലോ. കോൺഗ്രസ് പോലും ലീഗിന്റെ മുമ്പിൽ പുറകോട്ട് പോകുന്ന എത്രയെത്ര സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോ എന്താണ് കുഞ്ഞാപ്പാക്ക് ഇത്ര ഓക്കാനം വരുന്നത്? ഒരു കാര്യം അങ്ങോട്ട് പറയാൻ. മതേതര മണ്ണിൽ നിങ്ങൾ പറയേണ്ട സ്റ്റാൻഡ് എന്താണെന്നും നിങ്ങൾക്ക് ഓരോ സമയത്തും നിങ്ങളെ ജയിപ്പിച്ച് മലപ്പുറത്തു നിന്നും മലബാറിൽ നിന്നും ഒക്കെ ജനങ്ങൾ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കൊക്കെ അയക്കുന്നത് എന്തിനാണെന്നും ഇനിയും വ്യക്തമാകാതിരിക്കുന്നുണ്ടോ ലീഗ് നേതാക്കൾക്ക് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് സതീശൻ എടുക്കുന്ന നിലപാടുകളിൽ വട്ടം തിരിഞ്ഞ് മൂക്കുകുത്തി വീഴുമ്പോഴും ആ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള പൊളിറ്റിക്കൽ പവർ ഇല്ലാതെ പോകുന്നു. ഇപ്പോൾ വന്നിട്ട് പൂർണ്ണമായും ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ പിടയുന്ന പോലെ ഒരു തോന്നൽ, ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. നടക്കില്ല PM ശ്രീ. ഈ നാട്ടിലെ മതേതര മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന ഈ നാട്ടിലെ കുട്ടികൾ മതേതര മണ്ണിൽ നിന്ന് വർഗീയത പഠിക്കാൻ അനുവദിക്കില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഇടപെടലുകളും വിദ്യാഭ്യാസ നയത്തിൽ വേണ്ട എന്ന് പറയാനുള്ള ചുറുചുറുക്കും ചങ്കൂറ്റവും ഇല്ലാത്ത ഒരു പാർട്ടിയായി ലീഗ് മാറി എന്നുള്ളതാണ്. അങ്ങനെ ആവാൻ പാടില്ല. തന്റെ ഇടത്തോടെ പറയാനുള്ള ആർജവം കാണിക്കണം. കടലിൽ കൊണ്ടുപോയി ഞങ്ങൾ എതിർക്കും, ഒഴുക്കും എന്ന് പറഞ്ഞ KM ഷാജിയും എന്തിനേറെ പറയുന്നു, PM ശ്രീ എന്ന് കേൾക്കുമ്പോൾ ഹാലിളകിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് സതീശൻ അതിനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ നിലപാട് മാറ്റം പച്ചയ്ക്ക് നാടിനോട് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ്. ലീഗ് സതീശന് മുമ്പിൽ വല്ലാത്ത ഒരു പൊളിറ്റിക്കൽ നയം എടുക്കുന്നു, വല്ലാത്ത അതിവിധേയത്വം കാണിക്കുന്നു. ട്രംപിന്റെ അടുത്ത് മോഡി കാണിക്കുന്ന അതിവിധേയ സൗഹൃദത്തെ പരിഹസിച്ചവരാണ് ഈ രാജ്യത്തുള്ളവർ മുഴുവനും. വേണ്ടിയിരിക്കുന്നില്ല അതുപോലെ ഒരു സൗഹൃദം, വിധേയ സൗഹൃദം. എന്തിനും ഏതിനും വിധേയത്വം എന്ന് പറയുന്നത് പോലെ സതീശന് എന്താണ് ഇത്ര പേടി കുഞ്ഞാപ്പയ്ക്ക്? എന്താണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി ചാഞ്ഞും ചെരിഞ്ഞും ബോഡി ലാംഗ്വേജുകൾ ഇട്ട് എല്ലാം അങ്ങ് വിശ്വസിപ്പിക്കുന്ന പൂക്കിച്ചിരിയോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് തോന്നിവാസം വിളിച്ചു പറഞ്ഞാലും തങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെതിരാണ് ആ നിലപാട് എന്ന് പറയുമ്പോഴും പറയാനുള്ള ആർജവം കാണിക്കാതെ പോന്നു. ഒരുപാട് പ്രവർത്തകർ ചോരയും നീരും വെള്ളമാക്കി ലീഗിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് പോലും ആൻസർ കിട്ടാതിരിക്കുമ്പോഴും കുഞ്ഞാപ്പ എടുക്കുന്ന, ലീഗ് എടുക്കുന്ന ഈ മൃദു സമീപനം മലബാർ, കേരളം, മതേതര മണ്ണ് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.